നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു. ഒപ്പം തന്നെ ഇന്ന് നല്ലൊരു ഞായറാഴ്ചയാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ആദ്യത്തെ വാർത്ത, ഇന്നത്തെ പ്രത്യേകത എന്നുള്ളത് ചരിത്രത്തിൽ മായാത്ത മുദ്ര പതിപ്പിച്ച ക്യാമറയെയും ഫോട്ടോഗ്രാഫിയെ ഏറെ സ്നേഹിക്കുന്ന ഫോട്ടോഗ്രാഫർമാരെയും ഓർത്തെടുക്കാനുള്ള ദിവസമാണിത്. ദേശീയ ക്യാമറ ദിനം. റിപ്പോർട്ട് കാണാം. മൊബൈൽ ഫോണുകളുടെ കണ്ടുപിടുത്തം മനുഷ്യജീവിതത്തിൽ വരുത്തിയ മാറ്റം ചില്ലറയല്ല. പ്രത്യേകിച്ചും മൊബൈൽ ഫോണുകളിൽ ക്യാമറ കൂടി ഉൾപ്പെടുത്തിയപ്പോൾ നമുക്ക് ചുറ്റുമുള്ള ലോകം ഇന്ന് അനുനിമിഷം ചിത്രങ്ങളായി മാറുന്നു. എല്ലാത്തിനുമുപരി ഈ ഉപകരണം നമ്മുടെ ജീവിതത്തിന്റെ ഒരു പ്രധാന ഭാഗമായി മാറിയിരിക്കുന്നു. എല്ലാവരും ക്യാമറമാൻമാരാകുന്ന പ്രതിഭാസം മൊബൈൽ ഫോണിന്റെ ആവിർഭാവത്തോടുകൂടിയാണ് ഉണ്ടായത്. റെഡി സ്മൈൽ പ്ലീസ് എന്ന ക്യാമറയ്ക്ക് പിന്നിൽ നിന്ന് നിർദ്ദേശം തന്ന ഫോട്ടോയെടുത്ത ക്യാമറമാനെ അത്ഭുതത്തോടെ കണ്ടിരുന്ന കാലഘട്ടത്തിൽ നിന്ന് മൊബൈലിൽ ഭംഗിയാർന്ന ചിത്രങ്ങൾ പകർത്തുന്ന ആധുനിക കാലഘട്ടത്തിന്റെ ചരിത്രവഴികൾ പരിശോധിച്ചാൽ വൈവിധ്യങ്ങളും സാങ്കേതികവിദ്യയും സമ്പുഷ്ടമാക്കിയ മേഖലയാണ് ഫോട്ടോഗ്രാഫി മേഖല അഥവാ ക്യാമറയുടെ ചരിത്രവഴികൾ. ഫോട്ടോഗ്രാഫിയുടെയും ക്യാമറയുടെയും ചരിത്രവഴികളിലൂടെ 3 പതിറ്റാണ്ടിലേറെ സഞ്ചരിച്ച അനുഭവ സമ്പത്താണ് ബൈജു നെന്മാറയുടേത്. ക്യാമറകളിലെ വൈവിധ്യവും ഗുണദോഷങ്ങളും സൂക്ഷ്മം വീക്ഷിച്ച് കൈകാര്യം ചെയ്തതും ഡിജിറ്റൽ കാലഘട്ടത്തിൽ ക്യാമറയുടെ അപാര സാധ്യത മനസ്സിലാക്കിയതും ബൈജു എന്ന ക്യാമറമാന്റെ അനുഭവ സമ്പത്തിന് മുതൽക്കൂട്ടാണ്. ഫോട്ടോഗ്രാഫി മേഖലയിലേക്ക് വരാൻ കാരണം എൻ്റെ ഫാദർ തന്നെയാണ്. എൻ്റെ ഫാദർ ഫോട്ടോഗ്രാഫറായിരുന്നു, ഞാൻ ഫോട്ടോഗ്രാഫറായി. എൻ്റെ മോനും ഇപ്പോൾ ഫോട്ടോഗ്രാഫിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ആ ഫാദറിൻ്റെ ഒരു സംഭവമാണ് എനിക്കും പകർന്നു തന്നത്. പാടത്തൊക്കെ എന്നെ കൊണ്ടുപോയി ഫോട്ടോ എടുപ്പിക്കുക. അന്ന് 120 പഴയ ഫിലിം ക്യാമറകളൊക്കെ ആയിരുന്നു. അതിൽ എന്നെ അമ്മമാർ പാടത്ത് പണിയെടുക്കുന്നതും ഇങ്ങനെയുള്ള ഫോട്ടോഗ്രാഫിയൊക്കെ എനിക്ക് നന്നായിട്ട് പറഞ്ഞു തന്നിരുന്നു എൻ്റെ ഫാദർ. അത് കഴിഞ്ഞ് അച്ഛൻ്റെ സ്റ്റുഡിയോയിൽ ഞാൻ ഫോട്ടോഗ്രാഫിക്ക് വന്നു. എൻ്റെ ചേട്ടനും ഫോട്ടോഗ്രാഫറാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങനെ മുന്നോട്ട് പോയി. പിന്നെ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി 1982 മെയ് 1 1-ാം തീയതിക്ക് ഒരു കല്യാണത്തിന് എൻ്റെ ഫാദർ എന്നെ വിട്ടു. ഒരു ഫോട്ടോഗ്രാഫർ വരാമെന്ന് പറഞ്ഞിട്ട് അന്ന് വന്നില്ല. അങ്ങനെ വരാതായപ്പോൾ ഞാൻ പോയി ഫോട്ടോ. അന്നും ഫിലിം ക്യാമറ 12 റോള് ഫിലിമായിരുന്നു. അതിലാണ് നെല്ലിക്കുളങ്ങര അമ്പലത്തിൽ വെച്ച് ഞാൻ ആദ്യമായിട്ട് വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞു പിന്നെ കുറച്ചുകൂടെയൊക്കെ ടെക്നോളജി മാറി വളർന്നു വന്നപ്പോൾ എനിക്ക് തോന്നി വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയോട് എനിക്ക് ഭയങ്കര കമ്പമായിരുന്നു. അങ്ങനെ ഞാൻ വൈൽഡ് ലൈഫ് നെല്ലിയാമ്പതിയിൽ ഒരു 10-20 വർഷത്തോളമായി ഞാൻ നെല്ലിയാമ്പതി കാടുകളിൽ ആനയുടെയും പോത്തിൻ്റെയും പുറകെ നടന്ന് ഫോട്ടോഗ്രാഫി ചെയ്യുന്നു. ഫിലിം പ്രിന്റും ഒന്നായി സ്റ്റാൻഡിൽ സ്ഥാപിച്ച കറുത്ത തുണി കൊണ്ട ക്യാമറമാനെയും ക്യാമറയെയും മൂടി ഫ്രെയിം കൃത്യമാക്കി ഫോട്ടോ എടുക്കുന്ന ഫീൽഡ് ക്യാമറ മുതൽ നാഷണൽ പാനസോണിക്, ഫ്യൂജി, വിനോൾട്ട, D90 നിക്കോൺ, D40 നിക്കോൺ, കനോൺ തുടങ്ങി ഫിലിം ക്യാമറകളും ആധുനിക കാലഘട്ടത്തിലെ ക്യാമറകളായ സോണി, നിക്കോൺ എന്നീ ക്യാമറകളും കൈകാര്യം ചെയ്ത അനുഭവ സമ്പത്തുള്ള ബൈജു നെന്മാറ എന്ന ക്യാമറമാന്റെ ജീവിതവും ജീവന്റെ തുടിപ്പും ക്യാമറകൾ തന്നെയാണ്. ഇരുട്ടിത്തിരുന്ന് വാഷ് ചെയ്ത് പുറത്തിറങ്ങുമ്പോൾ നമുക്കൊരു പ്രസവിച്ച വേദനയാണ്. കാരണം എടുത്ത ഫോട്ടോ പതിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ, റോള് കറക്റ്റായിട്ട് അതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടോ, അങ്ങനെ ഒരു കാലഘട്ടം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു അന്ന്. അതിൽ നിന്ന് മാറി ഇപ്പോൾ ഡിജിറ്റൽ ഫോട്ടോഗ്രാഫിയിലേക്ക് വന്നപ്പോൾ ക്യാമറ തലചെത്തി ഇങ്ങനെ എറിഞ്ഞാലും അതും ഒരു ഫ്രെയിമാണ്. ഇപ്പോഴത്തെ സിസ്റ്റം കമ്പ്യൂട്ടറും ഇതൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അതിൽ കൂടെ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്നൊരു സെറ്റപ്പിലായി. ആർക്ക് വേണമെങ്കിലും ഫോട്ടോഗ്രാഫി ചെയ്യാം. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ കുട്ടികൾ മുഴുവൻ അത്തരത്തിലൊരു ഫോട്ടോഗ്രാഫിയാണ് ചെയ്യുന്നത്. മൊബൈൽ ഫോട്ടോഗ്രാഫി, മൊബൈലിലൂടെയൊക്കെ ഇന്നത്തെ മൊബൈലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 1.5 മൊബൈലാണ്. അതിൽ കൂടെയൊക്കെ നമുക്ക് നല്ല നല്ല ഷോട്ടുകൾ എടുത്ത് ഇപ്പോൾ തന്നെ ഫേസ്ബുക്കിന് അതിലൊക്കെ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ഒരുപാട് മൊബൈൽ ഫോട്ടോഗ്രാഫർമാർ നല്ല ഗംഭീരം ഫോട്ടോകൾ എടുക്കുന്നുണ്ട്. ക്യാമറകളുടെ മോഡൽ അനുസരിച്ച ലൈറ്റ്, ഷട്ടർ സ്പീഡ് എന്നിവ കൃത്യമാക്കി പകർത്തുന്ന ചിത്രത്തിന് മിഴിവേകാൻ ശ്രദ്ധിക്കുകയും ഓരോ ചിത്രവും ഓരോ പരീക്ഷണത്തിന് വിധേയമാക്കി ഫിലിം ക്യാമറയും ഡിജിറ്റൽ ക്യാമറയും സ്റ്റിൽ ക്യാമറയും വീഡിയോ ക്യാമറയും ഒരുപോലെ അനായാസേന കൈകാര്യം ചെയ്യുകയും വന്യജീവി ഫോട്ടോയും കല്യാണ ഫോട്ടോയും ഉത്സവ ഫോട്ടോയും പ്രസ് ഫോട്ടോയും ഒരുപോലെ പകർത്തുന്നതിൽ തനതായ മികവ് തെളിയിച്ച ബൈജുവിന്റെ നാൾവഴികൾ ക്യാമറയ്ക്കും ഫോട്ടോയ്ക്കും സമർപ്പിതമാണ്. ഫോട്ടോഗ്രാഫി മേഖല തകർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഫോട്ടോഗ്രാഫി
ഇന്നിപ്പോൾ ആർക്കും ചെയ്യാം. ഫോട്ടോഗ്രാഫി പഠിക്കണം എന്നൊന്നുമില്ല. ഇപ്പോഴത്തെ ടെക്നോളജിയുടെ കൂടെ നിന്നുകൊണ്ട് അവർക്ക് എന്ത് ഫ്രെയിമുകൾ വേണമെങ്കിലും സെറ്റ് ചെയ്ത് ഫോട്ടോഗ്രാഫി ചെയ്യാൻ പറ്റും. UTV ന്യൂസ്, പാലക്കാട്.